നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തുടർച്ചയായി നിന്നുള്ള ജോലികൾ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഗവേഷകർ. ബാല്യകാലത്ത് മാതാപിതാക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ഗാർഹിക പീഡനങ്ങൾ കുട്ടികളെ ഭാവിയിൽ കടുത്ത മൈഗ്രെയിൻ രോഗികളാക്കുമെന്ന് ഗവേഷകർ. പാലുൽപ്പന്നങ്ങളിൽ മനുഷ്യന്റെ നല്ല ആരോഗ്യത്തിനാവശ്യമായ ബാക്ടീരിയകൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നതായി പഠനം. വിശദമായ വാർത്തകളിലേക്ക്. തുടർച്ചയായി ഇരുന്നുള്ള ജോലി അസുഖങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ തുടർച്ചയായി നിന്നുള്ള ജോലികളും അതുപോലെ നിരവധി രോഗങ്ങൾക്കിടയാക്കുമെന്ന് ഗവേഷകർ പറയുന്നു. തളർച്ച, കാലുകളിൽ കോച്ചിപ്പിടുത്തം, നടുവേദന എന്നിവയെല്ലാം ഇത്തരക്കാരെ നിരന്തരം ബുദ്ധിമുട്ടിക്കും. 18 വയസ്സ് മുതൽ 30 വയസ്സ് കാലയളവ് വരെ ഈ നിൽപ്പ് തുടർന്നാൽ 50 വയസ്സിന് ശേഷം ഇത്തരക്കാർക്ക് സ്ഥിരമായി കാലുകളിൽ കോച്ചിപ്പിടുത്തം ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു. ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജീവനക്കാർ മണിക്കൂറുകളോളം ഇരിക്കാതെ നിന്നാണ് ജോലി ചെയ്യുന്നത്. ഹ്യൂമൻ ഫാക്ടേഴ്സ് എന്ന ജേണലിൽ പഠനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. ബാല്യകാലത്ത് മാതാപിതാക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ഗാർഹിക പീഡനങ്ങൾ കുട്ടികളെ ഭാവിയിൽ കടുത്ത മൈഗ്രെയിൻ രോഗികളാക്കുമെന്ന് ഗവേഷകർ. കനേഡിയൻ ഗവേഷകരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ. സൈക്കോസൊമാറ്റിക് റിസർച്ച് എന്ന ജേണലിൽ പഠനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. മാത്രമല്ല, കുട്ടികളെ ദ്രോഹിക്കുന്നതിന്റെ ആഴമനുസരിച്ച് തലവേദനയുടെ തീവ്രതയും വേദനയുടെ കാലയളവും കൂടുമെന്നും ഗവേഷകർ പറയുന്നു. കേൾവിക്കുറവും ചികിത്സയും എന്ന വിഷയമാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോട്ടയത്തെ ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെന്ററിലെ പ്രിൻസിപ്പലും ഓഡിയോളജിസ്റ്റുമായ സലിമോൻ ജോസഫാണ്. നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ഓഡിയോളജിസ്റ്റ് എന്നൊരു വിഭാഗം, അത് പലർക്കും അറിയില്ല. ആ ഒരു മേഖലയിലെ പ്രാധാന്യത്തെക്കുറിച്ചും ആളുകൾക്ക് അറിയില്ല. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട സയൻസാണ് ഓഡിയോളജി. അത് പഠിച്ചവരെ പറയുന്നത് ഓഡിയോളജിസ്റ്റ് എന്നാണ്. ഓഡിയോളജിസ്റ്റ് ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അവർ കുഞ്ഞു കുട്ടികളുടെ മുതൽ പ്രായമായവരുടെ വരെ കേൾവിക്കുറവ് എന്തുകാരമുണ്ട്, അതിൻ്റെ കാഠിന്യം എന്ത്, അത് എവിടുത്തെ പ്രോബ്ലം കൊണ്ടാണ്, ചെവിയുടെ ഏത് ഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണ് ഈ കേൾവിക്കുറവ് ഉണ്ടാകുന്നത്, അതിന് സൈറ്റ് ഓഫ് ലീഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കേൾവിക്കുറവിനനുസരിച്ചുള്ള ശ്രവണ സഹായികൾ ശരിയായ രീതിയിൽ കേൾവിക്കുറവിനനുസരിച്ച് പ്രോഗ്രാം ചെയ്തു കൊടുക്കുക, ആ ശ്രവണ സഹായികളുടെ പ്രവർത്തനം ഉറപ്പുവരുത്തുക, ശരിയായ പ്രവർത്തനം ഉറപ്പുവരുത്തുക, അങ്ങനെ പല കാര്യങ്ങളും ഓഡിയോളജിസ്റ്റിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ വരുന്നതാണ്. ഈ കുട്ടികളിലെ കേൾവിക്കുറവ് ഓഡിയോളജിസ്റ്റുകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിന് എന്തൊക്കെയാണ് പരിശോധനകളുള്ളത്? ഓഡിയോളജിസ്റ്റുകൾ വ്യത്യസ്തമായ ഉപകരണങ്ങളാണ് ഈ കേൾവി പരിശോധനയ്ക്ക്, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ കേൾവി പരിശോധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് പൊതുവേ പറയുന്നത് ഓഡിറ്ററി ഇവോക്ഡ് പൊട്ടൻഷ്യൽ ടൈപ്പ് ടെസ്റ്റുകളാണ്. കുഞ്ഞു കുട്ടികളെ, അതായത് ജനിച്ച് 48 മണിക്കൂറായ കുഞ്ഞു കുട്ടിയുടെ മുതൽ ഒരു 6 മാസം വരെ പ്രായമുള്ള കുട്ടികളുടെ കേൾവിക്കുറവ് കണ്ടുപിടിക്കുന്നത് ASSR എന്ന ടെസ്റ്റും ഓഡിറ്ററി സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന ടെസ്റ്റും ABR ഓഡിറ്ററി ബ്രെയിൻ സ്റ്റം റെസ്പോൺസ് എന്ന് പറയുന്ന ടെസ്റ്റിലൂടെയാണ് കുഞ്ഞു കുട്ടികളുടെ കേൾവിക്കുറവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ട്യൂണിംഗ് ഫോർക്ക് കൊണ്ടല്ല, ഓഡിറ്ററി ഇവോക്ഡ് ടൈപ്പ് പൊട്ടൻഷ്യൽ ടെസ്റ്റുകളിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം 6 മാസം മുതൽ ഒരു 3.5 വയസ്സ് വരെയുള്ള കേൾവിക്കുറവ് കണ്ടുപിടിക്കുന്നത് റോവ വിഷ്വൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഡിയോമെട്രി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് വളരെ സിമ്പിളായിട്ട് പറയുന്നത് പപ്പറ്റ് ഷോ എന്ന് പറയുന്ന ഒരു പേരാണ് ആ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഒരു 4 വയസ്സിന് പൊക്കത്തോട്ടുള്ള കുട്ടികളുടെ ആണെങ്കിൽ പ്ലേ ഓഡിയോമെട്രി എന്ന് പറയും, പ്ലേ ഓഡിയോമെട്രി. അപ്പം ഇയർ സ്പെസിഫിക് ആയിട്ട്, അപ്പം വലത് ചെവിയുടെയും ഇടത് ചെവിയുടെയും കേൾവിക്കുറവ് എന്തുകാരമുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും കുട്ടികളുടെ ആവുമ്പോൾ ഒരു 4 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ നമുക്ക് 4 ഫ്രീക്വൻസി, നമ്മൾ ഒരു ഓഡിയോളജിസ്റ്റ് സാധാരണഗതിയിൽ ടെസ്റ്റ് ചെയ്യുന്നത് 250 ഹെർട്സ് മുതൽ 8000 ഹെർട്സ് വരെയുള്ള മേജർ സ്പീച്ച് ഫ്രീക്വൻസിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ആ പിച്ചുകളുടെ കേൾവിക്കുറവാണ് നമ്മൾ വ്യക്തതയോട് കണ്ടുപിടിക്കുന്നത്. കുട്ടികളിൽ 500 ഹെർട്സ്, 1000 ഹെർട്സ്, 2000 ഹെർട്സ്, 4000 ഹെർട്സ്, ഈ 4 പിച്ചുകളുടെ എങ്കിലും കൃത്യതയോടുകൂടിയുള്ള കേൾവിക്കുറവ് കണ്ടെത്തിയാൽ മാത്രമേ ഉള്ളൂ കുട്ടികളുടെ ഹിയറിംഗ് എയ്ഡ് നല്ല രീതിയിൽ പ്രോഗ്രാം, ഈ കേൾവിക്കുറവിനനുസരിച്ച് പ്രോഗ്രാം ചെയ്താൽ കുട്ടികൾ നന്നായിട്ട് കേൾക്കുകയുള്ളൂ. അപ്പം അത് കുട്ടികളുടെ കേൾവിക്കുറവ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പ്രായമായവരുടെ പ്യൂർ ടോൺ ഓഡിയോമെട്രി എന്ന് പറയുന്ന ഓഡിയോമീറ്റർ എന്ന് പറയുന്ന മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ്
നമ്മൾ വലിയ ആൾക്കാരുടെ കേൾവി നമ്മൾ കണ്ടുപിടിക്കുന്നത്. എനിക്കൊന്ന് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങളുടെ കേൾവി സംബന്ധിച്ച് പരിശോധനകൾ നടത്താൻ നിലവിൽ ആശുപത്രികളിൽ അതിനുള്ള സംവിധാനമില്ല എന്ന് തോന്നുന്നു. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ പ്രായമായവർ ഇങ്ങനെ സൈഡിലൊക്കെ കൈകൾ ചലിപ്പിച്ച് ശബ്ദമുണ്ടാക്കിയിട്ട് അവരുടെ ഒരു കേൾവിശക്തി പരിശോധിക്കാറുണ്ട്. അതിനുപരിയായി ഇതിനു മുൻപേ തന്നെ എങ്ങനെയാണിത് പരിശോധിക്കുന്നത്? ഇങ്ങനെ പരിശോധിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമുണ്ട്? നേരത്തെ കേൾവിക്കുറവ് കണ്ടെത്തുന്നതിലുള്ളൊരു പ്രാധാന്യം എത്രത്തോളമുണ്ട്? വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ ദ ഏർലിയർ ദ ബെറ്റർ. നമ്മുടെ ഡയഗ്നോസിസുകളൊക്കെയും ഏത് ഡയഗ്നോസിസും പ്രത്യേകിച്ച് കേൾവിയുടെ കേസിൽ വളരെ ഏർലി ആയിട്ട് ഒരു വയസ്സിന് മുമ്പാടെ തന്നെ കുട്ടിയുടെ കേൾവി കുറവ് കണ്ടെത്തേണ്ടത് കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മുടെ പഴയ ഒരു സെയിങ് ഉണ്ട്, കതിരെ കൊണ്ട് വളം വെച്ചിട്ട് വലിയ പ്രയോജനമില്ല എന്ന് പറയുന്ന പോലെ കുട്ടികൾ 5 or 6 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സായിട്ട് കേൾവിക്കുറവുണ്ട് എന്ന് കണ്ടെത്തിയ ശേഷം അതിനെപ്പറ്റിയുള്ളൊരു മാനേജ്മെൻറ്റ്, ഇപ്പോൾ ഹിയറിംഗ് എയ്ഡ് ആയിക്കോട്ടെ, FM സിസ്റ്റം ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അന്നേരം ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല. നമ്മൾ ചെറുപ്പത്തിലെ നമുക്ക് കണ്ടെത്താനുള്ള ഇപ്പം 6 മാസത്തിലോ 1 വയസ്സിന് താഴെ ഉള്ള കുട്ടികളുടെ കേൾവിക്കുറവ് കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഓഡിയോളജിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളാണ്. ഇങ്ങനെയുള്ള ഒരു സാധ്യതകളെപ്പറ്റി ഓഡിയോളജി എന്ന് പറയുന്നത് ഒരു സയൻസ് തന്നെയാണ്, ഒരു ശാസ്ത്രശാഖ. കേൾവിയുടെ ആധികാരികമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്ന പ്രൊഫഷണലുകളാണ് ഓഡിയോളജിസ്റ്റ്. ഇങ്ങനെ ടെസ്റ്റുകൾ നിലവിലുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെയും ഇത് കുട്ടി ജനിച്ചിട്ട് 48 മണിക്കൂറാവുമ്പോൾ തന്നെ കുട്ടികളുടെ ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ്ങിലൂടെ കുട്ടിക്ക് നോർമൽ ഹിയറിംഗ് ആണോ എന്ന് കൃത്യതയോടുകൂടി കണ്ടെത്തും. അത് കണ്ടെത്തിയിട്ട് കുട്ടി ഫെയിലാകുകയാണെങ്കിൽ, ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ്ങിൽ കുട്ടി കേൾവിയുടെ ടെസ്റ്റ് ഫെയിലാകുകയാണെങ്കിൽ അന്നേരം ഒരു ഡയഗ്നോസ്റ്റിക് ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്തിട്ട് അർജൻറ്റായിട്ട് ഈ ABR ടെസ്റ്റിലൂടെ കൃത്യതയോടുകൂടി ടോൺ ബേസ്ഡ് ABRലൂടെ കേൾവിക്കുറവ് കണ്ടെത്തി ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് മാനേജ്മെൻറ്റ് പ്ലാൻ എന്താണ്. ഇപ്പോൾ പെർമനൻറ്റ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ ഇറക്കവറബിൾ, നമുക്ക് തിരിച്ച് പിടിക്കാൻ സാധിക്കാത്ത, നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ള കേൾവിക്കുറവിന് ശ്രവണസഹായി അല്ലാതെ ഇപ്പം 90 ഡെസിബലിനേക്കാളും കൂടുതലാണ് കേൾവിക്കുറവ് എങ്കിൽ, അതായത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആണ് കുട്ടിക്കുണ്ട് എങ്കിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് ട്രൈ ചെയ്യും. അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല എങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. കാരണം കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ്റെ അൾട്ടിമേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ജനങ്ങളിൽ ഈ ഒരു ധാരണ എത്തിപ്പെടണം. കാരണം അതായത് ട്യൂണിംഗ് ഫോർക്ക് കൊണ്ടല്ല കേൾവി പരിശോധന നടത്തുന്നത്, കേൾവിക്കുറവ് കണ്ടെത്തുന്നത്. നമുക്ക് 250 ഹെർട്സ് മുതൽ 8000 ഹെർട്സ് വരെയുള്ള പിച്ചുകളുടെ കേൾവിക്കുറവ് കണ്ടെത്തിയാൽ മാത്രമേ ഉള്ളൂ വ്യക്തതയോടുകൂടി നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതനുസരിച്ച് ഹിയറിംഗ് എയ്ഡ് ഇത് ജനങ്ങളിൽ എത്തിപ്പെടുക അതൊരു ചലഞ്ചാണ്, അതൊരു മിഷനാണ്. അത് എത്തിപ്പെടണം ജനങ്ങളിൽ. എന്നാലേ ഉള്ളൂ. നമ്മുടെ കുട്ടി നല്ല രീതിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്യാതെ വരുമ്പോൾ ആ ദുഃഖം നമ്മൾക്കുമായിട്ട് ബന്ധപ്പെട്ടവർക്കുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജനങ്ങൾ അറിയണം ഇത് കണ്ടെത്താനുള്ള സാധ്യത. അതിനുള്ള മെഷീൻസും ടൂൾസും എക്യുപ്മെൻറ്റ്സും പ്രൊഫഷണൽസും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് എന്നുള്ളൊരു ധാരണ ജനങ്ങൾക്കുണ്ടാകണം. തീർച്ചയായിട്ടും ഈ തീരെ ചെറിയ കുട്ടികളുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ കുട്ടികളുടെ പ്രായം അനുസരിച്ച് അല്ലെങ്കിൽ അവർ വളരുന്നതിനനുസരിച്ച് പരിശോധനാ രീതികളും അല്ലെങ്കിൽ പരിശോധനയുടെ ഒരു ടെസ്റ്റ് ചെയ്യുന്ന രീതികൾ അത് മാറുമോ? തീർച്ചയായിട്ടും. അതായത് ഈ 6 മാസം വരെയുള്ള കുട്ടികൾ മുലപ്പാൽ കുടിച്ച് നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്ന പ്രകൃതമാണ് കുട്ടികൾ. അതായത് ഓഡിറ്ററി വോക്ക് ടൈപ്പ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ടെസ്റ്റുകൾ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈവൻ കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഈ ASSRO ABR ടെസ്റ്റുകളോ നമ്മൾ പോസ് ചെയ്യും. കാരണം ഈ ജോ മൂവ്മെൻറ്റുകൾ ഈ ടെസ്റ്റിനെ ബാധിക്കും. അതുകൊണ്ട് കുട്ടി ഇങ്ങനെ മുല കുടിക്കാത്ത അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ ഒരു ഏകദേശം 1.5 മണിക്കൂറുകൾ എടുക്കും ഈ കറക്റ്റായിട്ടുള്ള 4 ഫ്രീക്വൻസികളുടെ കേൾവിക്കുറവ് കൃത്യതയോടെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പം ഈ 6 മാസം നമ്മൾ ലാപ്സ് ആക്കി കഴിഞ്ഞാൽ ഉള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി നന്നായിട്ട് കിടന്നുറങ്ങില്ല. കുട്ടി വളരെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറോ കഴിഞ്ഞിട്ട് പിന്നെയും കുട്ടി റെസ്റ്റ്ലെസ് ആയിട്ട് പിന്നെ എണീക്കാനുള്ള സാധ്യത ഈ 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക്
ഈ കുട്ടിയെ സെഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരും. കൃത്യതയോടുകൂടി നമ്മൾ വളരെ ഡൗട്ട്ഫുൾ ആണെങ്കിൽ കൃത്യതയോടുകൂടിയുള്ള കേൾവിക്കുറവ് കണ്ടെത്തണമെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ച് ഒരു പീഡിയാട്രീഷ്യൻ ഓറൽ സെഡേഷൻ കൊടുത്ത് നമുക്ക് കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നമുക്ക് ASSR ടെസ്റ്റോ ABR ടെസ്റ്റോ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് റോവ എന്ന് പറയുന്ന ഒരു വിഷ്വൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഡിയോമെട്രി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാൻ അമൃത TV-യുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു 2 റൂം സെറ്റപ്പ് ഉണ്ട്. അപ്പം ഒരു ഓഡിയോളജിസ്റ്റ് ഒരു റൂമിലിരിക്കും, ചൈൽഡ് വേറെ റൂമിലാണ്. ചൈൽഡിന് മുമ്പിൽ ഒരു ഡിസ്ട്രാക്ടർ ഉണ്ടാവും. അപ്പം അവിടെ ബെറ്റർ ഹിയറിംഗ് എയർ, കുട്ടിയുടെ നല്ല ചെവിയുടെ കേൾവിക്കുറവ് മാത്രമേ ഉള്ളൂ നമുക്ക് കൃത്യതയോടുകൂടി കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ABR-ലും ASSR-ലും നമുക്ക് 2 ചെവിയുടെ കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് കൃത്യതയോടുകൂടി 2 ചെവിയുടെയും കേൾവിക്കുറവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നീട് കുട്ടി വളർന്നു കഴിയുമ്പോൾ കളിയിലൂടെ നമുക്കൊരു 3.5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ നമുക്ക് കളിയിലൂടെ അതിനും ഓഡിയോമീറ്റർ എന്ന് പറയുന്ന മെഷീൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് നമ്മളത് കണ്ട് എത്തുന്നത്. സാധാരണ ഇതിലൊരു ഓഡിയോളജിസ്റ്റിന് പോലും ഒരു കുഞ്ഞു കുട്ടിക്ക് കേൾവിക്കുറവുണ്ടോ ഇല്ലയോ എന്ന് കൃത്യതയോടുകൂടി കണ്ടെത്താൻ സാധിക്കില്ല മെഷീൻ്റെ സഹായമില്ലെങ്കിൽ. ഈ മെഷീൻസിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് നമുക്ക് ഈ 250 ഹെർട്സ് മുതൽ 8000 ഹെർട്സ് വരെ, നമുക്ക് ഹ്യൂമൻ ബീയിങ്ങിന് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ കേൾക്കാൻ പറ്റുമെങ്കിലും നമ്മൾ ലോകത്തിലെ ഏത് ഭാഷ സംസാരിച്ചാലും ആ ഭാഷ 250 ഹെർട്സ് മുതൽ 8000 ഹെർട്സ് വരെ ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഏത് ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലും അവർ ടെസ്റ്റ് ചെയ്യുന്ന മേജർ സ്പീച്ച് ഫ്രീക്വൻസി 250 മുതൽ 8000 ഹെർട്സ് വരെയാണ്. കുട്ടികളുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രായമായവരുടെ കാര്യമാണ്. അതായത് വാർദ്ധക്യ സഹജമായിട്ട് പല ആളുകൾക്കും കേൾവിക്കുറവ് കണ്ടുവരാറുണ്ട്. ഇത്തരക്കാർക്ക് ഉള്ള പ്രധാന കാരണം വാർദ്ധക്യ സഹജത കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ അവൾക്ക് കേൾവിക്കുറവ് ഉണ്ടാകുന്നത്? അവർക്ക് എന്താണ് പരിഹാര മാർഗം? പ്രധാനമായും പ്രായമായവരുടെ കേൾവിക്കുറവ് അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നാണ് ഞങ്ങളതിന് ടെക്നിക്കലി പറയുന്നത്. സെൻസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി ഓർഗൺ എന്ന് പറയുന്നത് കോക്ലിയയാണ്. കോക്ലിയ എന്ന് പറയുന്നത് ഒരു വലിയ ഓർഗനായിട്ട് തെറ്റിദ്ധരിക്കരുത്. അതൊരു നെല്ലിൻ്റെ വലിപ്പമേ ഉള്ളൂ, ഒരു അരിയുടെ വലിപ്പമേ ഉള്ളൂ ഈ കോക്ലിയയ്ക്കുള്ളൂ. അതിനൊരു ടൊണോട്ടോപ്പിക്കൽ ഓർഗനൈസേഷൻ ഉണ്ട്. അത് ടൊണോട്ടോപ്പിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ഓരോ പിച്ചിനും ഓരോ ഏരിയ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കോക്ലിയയിൽ. അപ്പോൾ അത് കോക്ലിയ എന്ന് പറയുന്നത് ഹിയറിംഗ് ഓർഗൺ. പിന്നെ നെർവ്, ഹിയറിംഗ് നെർവ്, അതാണ് നമ്മൾ പ്രായമായവരുടെ കേൾവിക്കുറവ്. ഇറ്റ് ക്യാൻ ബി ഐദർ സെൻസറി ഓർ ന്യൂറൽ. പക്ഷേ മജോറിറ്റി കേസിലും ഈ സെൻസറി ആയിട്ടുള്ള കോക്ലിയയിലെ ഹെയർ സെൽസിനുള്ള ഡീജനറേഷൻ കൊണ്ടാണ് പ്രധാനമായും പ്രായമായവരുടെ കേൾവിക്കുറവ് ഉണ്ടാകുന്നത്. ഇതിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു മരുന്നും ലഭ്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ എൻ്റെ കാഴ്ചക്കുറവിനനുസരിച്ച് നമ്മൾ കണ്ണാടി വെക്കുന്ന പോലെ, ആ ലെൻസ് വെക്കുന്നത് പോലെ കേൾവിക്കുറവിനനുസരിച്ചിട്ട് അത് നമുക്ക് ഹിയറിംഗ് എയ്ഡ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വ്യക്തതയോടുകൂടി നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ന്യൂറൽ ലോസ് ആണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ടെസ്റ്റ് ഉണ്ട്. അതിന് സ്പീച്ച് റോൾ ഓവർ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ സെൻസറി ലോസ് ആണെങ്കിൽ നമുക്ക് ശബ്ദം കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് വ്യക്തതയോടുകൂടി കേൾക്കാൻ പറ്റും. ന്യൂറൽ ലോസ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ വോളിയം കൂട്ടുമ്പോൾ നമ്മുടെ സ്പീച്ച് ക്ലാരിറ്റി നമുക്ക് നഷ്ടപ്പെടും. അതായത് സ്പീച്ച് റോൾ വോളിയം കൂട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും നമുക്ക് വ്യക്തതയോട് കൂടുതലാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ന്യൂറൽ ലോസിൽ എന്ത് സംഭവിക്കുന്നതെന്ന് പറയാം, അതിനൊരു പ്രത്യേക ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിലൂടെ നമുക്ക് സ്പീച്ച് റോൾ ഓവർ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് സെൻസറി പ്രോബ്ലം ആണോ അതോ ന്യൂറൽ പ്രോബ്ലം ആണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിന് ചെയ്യാൻ പറ്റുന്നത് ഹിയറിംഗ് എയ്ഡ് BT ഉണ്ട്, ചെവിയുടെ പുറകിൽ വെക്കുന്ന ശ്രവണ സഹായമുണ്ട്, ബിഹൈൻഡ് ദി ഇയർ എന്ന് പറയും. ചെവിയുടെ ഉള്ളിൽ വെക്കുന്നുണ്ട്. ഉള്ളിൽ വെക്കുന്നത് തന്നെ നമുക്ക് ആ സാധാരണക്കാർക്ക് കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ ടൈപ്പ് ഹിയറിംഗ് എയ്ഡുകളുണ്ട്. അതിൻ്റെ വില വളരെ വ്യത്യസ്തമാണ്. 7,500 മുതൽ 2,50,000 വരെയുള്ള ഡിജിറ്റലി പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്ന ശ്രവണ സഹായികൾ മാർക്കറ്റിൽ ലഭ്യമാണ്. പലപ്പോഴും പ്രായമായവർക്ക് ഈ കേൾവിക്കുറവുണ്ടാകുമ്പോൾ നമ്മൾ കാണുമ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ അവർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്നൊരു അവസ്ഥ പലപ്പോഴും നമ്മുടെ വീടുകളിൽ പോലും
അവർ ഭർത്താക്കന്മാർ പലപ്പോഴും അവർക്ക് ഈ കേൾവി സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് കാരണം മക്കൾ വിളിക്കുന്നതോ കൊച്ചുമക്കളുമായിട്ട് സംസാരിക്കുന്നതോ ഫോണിലൂടെ പലപ്പോഴും അവരാരും ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. കാരണം അവർക്ക് ഇതൊന്നും ഈ മക്കൾ പറയുന്നതോ ഫോണിലൂടെയുള്ള സംസാരമൊന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റാതെ വരുമ്പോൾ പലപ്പോഴും ഒരു ഭാര്യയോട് എടുത്തോളാൻ പറയും. അപ്പോൾ അങ്ങനെ മാറി വന്ന ഒരു സോഷ്യൽ ഐസൊലേഷനിലോട്ട് പലപ്പോഴും നമ്മുടെ പ്രായമായവർ പോകാറുണ്ട്. വെളിയിൽ ഒരു പരിപാടിക്ക് പോവുക, ഒരു ഗെറ്റ് ടുഗദറിന് പോവുക. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇളിഭ്യരാകുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്ക് ഈ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്നാന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കേൾവിക്കുറവും ചികിത്സയും എന്ന വിഷയമാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോട്ടയത്തെ ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെന്ററിലെ പ്രിൻസിപ്പലും ഓഡിയോളജിസ്റ്റുമായ സലിമോൻ ജോസഫാണ്. ഈ ശ്രവണ സഹായികളാണ് നമ്മൾ പലപ്പോഴും കേൾവിക്കുറവിന് ഉപയോഗിക്കാറ്. ഇത്തരം ശ്രവണ സഹായികൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും പല ആളുകൾ ഉപയോഗിക്കുന്നത് കേൾവിക്കുറവ് ഒരു പരിധിവരെ പോട്ടെ എന്ന് വെച്ച് അത് ഒരു കൂടിയ അവസ്ഥയിൽ എത്തിയ ശേഷമാണ് ഉപയോഗിക്കാറ്. അങ്ങനെ ഉപയോഗിക്കുന്നതാണോ നല്ലത്, ഇത് ആദ്യമേ കണ്ടെത്തി ഉപയോഗിക്കുന്നതാണോ നല്ലത്? അതേക്കുറിച്ചൊന്ന് കൂടുതലായി പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നമ്മൾ വഷളായിട്ട് കേൾവിക്കുറവ് കണ്ടമാനം വഷളായ ശേഷമല്ല ശ്രവണസഹായി ഉപയോഗിക്കേണ്ടത്. നമ്മളുടെ ഉദ്ദേശം എന്താണ്? ശ്രവണസഹായി വെക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് വ്യക്തതയോടുകൂടി കേൾക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് കേൾവി തീരെ, അതായത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസിലോട്ട് എത്തിയ ശേഷം നമ്മൾ ശ്രവണസഹായിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരു പരിധി വരെ ഉള്ളൂ നമുക്ക് ശ്രവണസഹായിക്ക് സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ വ്യക്തതയോടുകൂടി എല്ലാ സംസാരവും ഒരു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസിൽ എത്തിയ ശേഷമാണ് നമ്മൾ ശ്രവണസഹായി വെക്കുന്നതെങ്കിൽ നമുക്ക് വ്യക്തതയോടെ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കണ്ണാടിയുടെ കാര്യം പറയുന്ന പോലെ തന്നെ എനിക്ക് കണ്ണിന് കാഴ്ച ഇല്ലാത്ത ഒരവസ്ഥയിൽ എനിക്ക് കണ്ണാടി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ നമ്മൾ കാഴ്ചക്കുറവ് എപ്പോഴുണ്ടോ, നമ്മൾ കുറച്ച് കാഴ്ചക്കുറവ് അനുസരിച്ച് നമ്മൾ കണ്ണാടി മാറ്റി 2 വർഷം കൂടുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ ടെസ്റ്റ് പിന്നെയും ചെയ്യുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ലെൻസിൽ എന്തെങ്കിലും കാഴ്ചക്കുറവിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ ലെൻസ് മാറ്റുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ കേൾവിയുടെ കാര്യത്തിലും നമ്മൾ കണ്ടമാനം വഷളാകാതെ നമ്മുടെ കുടുംബജീവിതത്തെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ കുടുംബജീവിതത്തെ, ഭാര്യാഭർത്തൃ ബന്ധത്തെ മറ്റുള്ളവരിൽ നന്നായിട്ട് കേൾക്കാൻ ശ്രവണം എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ ഒട്ടും താഴെയല്ലാത്ത ഒരു സ്ഥാനമാണ് ശ്രവണേന്ദ്രിയമായി ചെവിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ നന്നായിട്ട് ശ്രവിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരെ, ഭാര്യേനെയോ നിങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ പുറത്തുള്ള വ്യക്തികളെയോ ഒക്കെ അവരുടെ സംസാരം വ്യക്തിയോട് കേൾക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ ആദ്യം സംശയിക്കേണ്ടത് എൻ്റെ കേൾവിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ. നമുക്ക് അതിൻ്റെ സ്പെഷ്യലിസ്റ്റായ ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഉള്ള സംവിധാനത്തിലാണ്, സൗണ്ട് ട്രീറ്റഡ് റൂം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു 25 ഡെസിബലിന് താഴെ മാത്രമേ ഉള്ളൂ ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡബിൾ ഡോർ സെറ്റപ്പാണ്. അപ്പോൾ അവിടെ വെച്ചാണ് കേൾവിക്കുറവ് ഓഡിയോമീറ്ററിൻ്റെ സഹായത്തോടു കൂടി എന്തുകാരമുണ്ട് എന്ന് 250 ഹെർട്സ് മുതൽ 8000 ഹെർട്സ് വരെയുള്ള ആ ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓർക്കുക, നിങ്ങൾക്കാണ് ഇതിൻ്റെ ഉപയോഗം കിട്ടുന്നത്. നിങ്ങളിത് പ്രൊലോങ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതം ദുസ്സഹമാവുകയാണ് ചെയ്യുന്നത്.